പലപ്പോഴും നമ്മുടെ ആകുല ചിന്ത തുടങ്ങുന്നത് തന്നെ നാളെയെക്കുറിച്ച് ഓർത്ത. എന്താകും, എങ്ങനെയാകും എന്നുള്ള ചിന്ത ഉറക്കം പോലും നഷ്ടപ്പെടുത്താറുണ്ട്. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞ പിന്നെ ഭാരപ്പെടരുത്. കാരണം മനുഷ്യർ വാക്കുമാറിയാലും വാക്കുമാറാത്തവനാ ദൈവം. മനുഷ്യർ വാക്കുമാറുന്നത് പോലെ ദൈവത്തിന് വാക്കുമാറുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. പ്രിയ ദൈവത്തിലെ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അടുത്ത ഭാഗത്ത് ഇപ്രകാരമാണ് പറയുന്നത്: അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒറ്റ വാക്കി പറഞ്ഞ, ദൈവത്തിന് ദൈവമക്കളെ കുറിച്ച് ചിന്തയുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാ. അവന്റെ ചിന്താ നിരൂപണങ്ങൾ നിങ്ങൾക്ക് നല്ലത് വരണമെന്നാ. ഇന്ന് നമ്മുടെ ആകുല ചിന്തകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം മറ്റൊരാളോടും നമുക്ക് പറയുവാൻ ഒരുപക്ഷെ സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ ഹൃദയം പകരുവാൻ ഒരിടമുണ്ട്, ദൈവസന്നിധി. ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം കാണുവാൻ തുടങ്ങുകയാണ്. വാഗ്ദത്ത ദേശത്തിലേക്ക് മോശയുടെ നേതൃത്വത്തിൽ യാത്ര തുടങ്ങുന്ന ഒരു ജനതയെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. എന്നാൽ വാഗ്ദത്ത ദേശം കാണാതിരിക്കുവാൻ കാരണമായത് അവരുടെ പിറുപിറുപ്പും മറുതലിപ്പുമാ. വിളിച്ച ദൈവത്തെ മറന്നു. വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയെ അവർ ചോദ്യം ചെയ്തു. ദൈവത്തിനെതിരെ സംസാരിച്ചു. ദൈവപ്രവൃത്തിക്കെതിരെ അവർ അവരുടെ നാവുകളെ ചലിപ്പിച്ചു. അത് അവരുടെ അനുഗ്രഹത്തിന് തടസ്സമായെങ്കിൽ, പ്രിയ ദൈവവൈതലേ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അങ്ങനെയെങ്കിൽ ദോഷം ചെയ്യാതെയും വ്യാജം പറയാതെയും തന്റെ നാവിനെ അടക്കാതെ ഇരിക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ താൻ ആഗ്രഹിക്കുന്ന ശുഭകാലം കാണുവാൻ കഴിഞ്ഞുകൊള്ളണമെന്ന് വരികയില്ല. പ്രിയ ദൈവത്തിലെ, ദൈവത്തിന്റെ മകനായി മകളായി നാം മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിനും ശക്തിയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. തോന്നുന്നതെല്ലാം പറയാനുള്ളതല്ല നമ്മുടെ നാവ്. നാം അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന നന്മകൾ പോലും നമ്മുടെ വാക്കുകൾ കൊണ്ട് തടസ്സപ്പെട്ടേക്കാം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ, ആ വിഷയത്തിന്റെ വലുപ്പത്തെ എല്ലാം നിങ്ങൾക്കറിയാം. ആ സീരിയസ്നെസ്സിനെ എല്ലാം അറിയാം. ഇപ്പോ നിങ്ങളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന വിഷയത്തെ നോക്കി ഒന്ന് ചിരിച്ചേ. എന്നിട്ട് പറ, ഇല്ല, ഞാൻ തകരുകയല്ല, യേശു എന്റെ കൂടെയുണ്ട്, ഞാൻ ഇതിനെ ഓവർകം ചെയ്യും എന്നൊന്ന് പറഞ്ഞേ. അത് സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വിഷയത്തിന്റെ നടുവിൽ ആ ദൈവപ്രവൃത്തി നിങ്ങളുടെ വാക്കുകളിലൂടെ തുടങ്ങുകയാ. ഇന്ന് അവരും ഇവരും പറഞ്ഞതെല്ലാം മനസ്സിൽ കയറ്റി വിഷമിച്ചിരിക്കുന്ന നിങ്ങളെ തൊട്ട് ദൈവം സംസാരിക്കുകയാ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ ചിന്തകളെ എടുത്ത് വെളി കളഞ്ഞിട്ട് പറയണം, ഇല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ യേശുവിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ വെളിപ്പെടും. ധൈര്യമായി ഒന്ന് പറഞ്ഞേ, അത് നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഞാനിവിടെ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവത്തിലെ, സർവശക്തനായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ ഉള്ളതുപോലെ അറിഞ്ഞവൻ നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനവൻ. കണ്ണുമടച്ച് യേശുവിനും തിരിച്ച് സ്നേഹിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഹൃദയത്തെ യേശുവിന്റെ മുമ്പാകെ ഒന്ന് തുറന്നു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ആണെങ്കിൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുകയായി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണാൻ പോകുകയാണ്. ധൈര്യമായിരിക്കണം. യേശുവുണ്ട് നിങ്ങളുടെ കൂടെ. യേശുവിനോട് ചേർന്നുള്ള ഈ യാത്രയുടെ പ്രത്യേകത, ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമോ അതെല്ലാം തരുവാൻ അവൻ മതിയായവനാ. നിങ്ങൾ അത് അനുഭവിക്കും. മാത്രമല്ല, നിത്യതയിലേക്ക് ഈ ദൈവം നിങ്ങളെ ഒരുക്കും. ഒരു പ്രശ്നവും പ്രയാസവും ഇല്ലാത്ത ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത
പ്രത്യേകത, എത്ര വലിയ പ്രശ്നവും എത്ര വലിയ പ്രയാസവും കടന്നു വന്നാലും ആ പ്രശ്നത്തിനോ പ്രയാസത്തിനോ നിങ്ങളെ തൊടാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. തിരമാല നിങ്ങളുടെ തലയ്ക്ക് മീതെ ഒരുപക്ഷെ അടിച്ചുയർന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ എനിക്ക് നിങ്ങളോടൊരു സന്ദേശം കൈമാറുവാനുണ്ട്. ഇല്ല, ഈ തിരമാലയുടെ വലിപ്പം കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ബോട്ടിനെ ഹല്ലേലൂയ മുക്കിക്കളയുകയില്ല. കാരണം യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ജീവിതയാത്രയിൽ കാറ്റും കോളും കണ്ട് ഭാരപ്പെട്ട് നിൽക്കാതെ, ഈ കാറ്റിന്റെ മേലും കോളിന്റെ മേലും അധികാരമുള്ളവൻ നിങ്ങൾക്കായി പ്രവർത്തിക്കുമെന്ന് ഒന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ അത്രത്തോളം യേശു സ്നേഹിക്കുന്നു. പരിതപിക്കാൻ വരട്ടെ, ഇനി നടക്കുകയില്ലെന്ന് പറയാൻ വരട്ടെന്ന് ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോൾ പറയാൻ തുടങ്ങണം. എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, അതിന്റെ നിവർത്തീകരണം ഞാൻ കാണും, ഞാൻ അത് അനുഭവിക്കും. ദൈവവചനത്തിലൂടെ എന്നോട് ദൈവം സംസാരിച്ച വാക്കുകളുടെ നിവർത്തീകരണം ഈ ദിവസങ്ങളിൽ ഞാൻ കാണുക തന്നെ ചെയ്യുമെന്ന് ഒന്ന് പറഞ്ഞു തുടങ്ങിക്കേ. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ജീവനായി വ്യാപരിക്കുന്നത് നിങ്ങൾ കാണുവാൻ കഴിയും. ദൈവവചനത്തിന്റെ ഓരോ വാക്കുകൾക്കും ക്രിയ ചെയ്യുവാനുള്ള കഴിവുണ്ട്. ദൈവത്തോളം ശക്തിയുള്ളതാ ദൈവത്തിന്റെ വചനം. ഇത് നിങ്ങളുടെ ഹൃദയങ്ങളെ, നിരൂപണങ്ങളെ അറിഞ്ഞ് ഇന്ന് ദൈവം സംസാരിക്കുമ്പോൾ ഈ ദൈവവചനത്തിന് മുമ്പാകെ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുകയാണ്. ഭാരത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നുപോകുന്ന ദൈവജനത്തിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവ സാന്നിധ്യം ഈ ജനം അനുഭവിക്കട്ടെ. ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാ. അനുഗ്രഹമാകട്ടെ. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ, ഭാരപ്പെടരുത്. ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കണം. ഇന്ന് എന്നോട് ദൈവം സംസാരിച്ചു. തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അറിയുവാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ പ്രവൃത്തികളെ തീർച്ചയായും ഞങ്ങളെയും അറിയിക്കണം. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകുവാൻ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.